സൂപ്പർ പ്രൈമിന്റെയും അവസാന ഘട്ടത്തിലേക്ക് ശ്രീ സണ്ണി എം കബിക്കാട്. എല്ലാ വിഭാഗങ്ങളിലും പാവപ്പെട്ടവരുണ്ട്, അവരെ എല്ലാവരെയും പരിരക്ഷിക്കേണ്ടതുണ്ട്. പിന്നെ ക്യാബിനറ്റ് റാങ്ക് കൊടുക്കുന്ന വഴി ക്യാബിനറ്റ് റാങ്കുമായി ബന്ധപ്പെട്ട പ്രത്യേകമായൊരു ധനസഹായമില്ല. പിന്നാക്ക വിഭാഗങ്ങളുടെയും ദളിത് വിഭാഗങ്ങളുടെയും ഉന്നമനത്തിനായുള്ള ബന്ധപ്പെട്ട സ്ഥാപനങ്ങളെയും വളരെ ക്രിയാത്മകമായി തന്നെ പ്രവർത്തിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകും. ഇതാണ് ശ്രീ വിജയരാഘവന്റെ ഉറപ്പ്. ശ്രീ സണ്ണി എം കബിക്കാട്. ഇതിനകത്തുള്ള രണ്ട് കാര്യങ്ങൾ, ഒന്ന്, ഇപ്പോഴത്തെ എല്ലാ വിഭാഗത്തിലും പാവപ്പെട്ടവരുണ്ടെന്നുള്ളതൊന്നും ഈ പറയുന്ന മുന്നോക്ക വികസന കോർപ്പറേഷൻ ഉണ്ടാക്കാൻ ന്യായമാവുന്നില്ല. പ്രോബ്ലം എന്തെന്ന് ചോദിച്ചാൽ, പിന്നോക്ക വികസന കോർപ്പറേഷൻ പട്ടികജാതി വികസന കോർപ്പറേഷനും ഉണ്ടാവുന്നത് ആ വിഭാഗങ്ങൾക്ക് പ്രത്യേക പരിഗണന വേണമെന്നതുകൊണ്ടാണ്. ഇക്കാര്യത്തിൽ മുന്നോക്ക വികസന കോർപ്പറേഷൻ എന്ത് വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് നടക്കുന്നത് എന്നത് സംശയാസ്പദമാണ്. രണ്ടാമതൊരു കാര്യം, ഇത് വളരെ വ്യക്തമായും മാർക്സിസ്റ്റ് പാർട്ടി സാമ്പത്തിക താങ്കൾ ആ വാദഗതി ആവർത്തിക്കുന്നതുകൊണ്ട് ഞാൻ ചൂണ്ടിക്കാട്ടുകയാണ്. ഈ സിൻഹുവ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പാക്കണമെന്ന് കുറെ കാലമായി NSS ആവശ്യപ്പെടുന്നതാണ്. UPA സർക്കാരിൻ്റെ കാലത്ത് ചുമതലപ്പെടുത്തിയ ഒരു കമ്മീഷനാണത്. റിപ്പോർട്ടും കൊടുത്തിട്ടുണ്ട്, അത് നടപ്പാക്കപ്പെട്ടിട്ടില്ല. മുന്നാക്ക വിഭാഗത്തിലെ പിന്നാക്കക്കാരുടെ പരിരക്ഷയാണ് ആ കമ്മീഷൻ്റെ റിപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഒരു ശൂന്യാകാശത്തിൽ നടക്കുന്ന പ്രവർത്തനമല്ല. ചില വസ്തുതകളുടെ പിൻബലമുണ്ട്, റിപ്പോർട്ടുകളുടെ പിൻബലമുണ്ട്. മുന്നോക്ക വിഭാഗങ്ങളിലെ പിന്നോക്കക്കാരെന്ന് പറയുന്ന ഒരു കോൺട്രഡിക്ഷനാണ്. മുന്നോക്ക വിഭാഗങ്ങളിലെ ദരിദ്രർ എന്നാണ് നമ്മൾ പറയേണ്ടത്. അവരുടെ പ്രശ്നം എന്താണ്? മുന്നോക്ക വിഭാഗങ്ങൾ നേരിടുന്ന സാമ്പത്തിക ദാരിദ്ര്യം മാത്രമാണ്. കേരളത്തിലെ ആദിവാസികളോ ഇന്ത്യയിലെ ആദിവാസികളോ ദളിതരോ നേരിടുന്നത് പോലല്ല, ദാരിദ്ര്യം മാത്രമാണ്. അത് പരിഹരിക്കാനുള്ള പദ്ധതിയല്ലേ ആവിഷ്കരിക്കേണ്ടത്? അതാണ് ഞാൻ പറയുന്ന പ്രശ്നം. രണ്ടാമതൊരു കാര്യം, മുന്നോക്ക വികസന കോർപ്പറേഷൻ ഉണ്ടാക്കുമ്പോൾ തന്നെ അതിന് ക്യാബിനറ്റ് പദവി കിട്ടുന്നത് യാദൃച്ഛികമല്ല. അത് ഈ സവർണ സമൂഹങ്ങളോടുള്ള ഒരു മനോഭാവമാണ് അതിൽ നിന്ന് പുറത്തു വരുന്നത്. സാമ്പത്തിക സംവരണവാദം പോലെ തന്നെ ഫലത്തിൽ കേരളത്തിലെ സവർണ സമുദായങ്ങൾ സംരക്ഷകർ ഞങ്ങളാണ് എന്ന ഒരു പദവിയിലേക്കാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി യഥാർത്ഥത്തിൽ വരാൻ ശ്രമിച്ചത്. ഇത് ഗുരുതരമായ ഒരു പ്രശ്നമാണ്. CPM-ന്റെ നിലപാടാണത്. ഈ സാമ്പത്തിക സംവരണവാദം CPM വ്യക്തമാക്കിയിട്ടുള്ളതാണ്, നിലപാടാണത്. അല്ല, അവർക്ക് ജനപിന്തുണയുമുണ്ട്, ജനവിധിയുടെ അടിസ്ഥാനത്തിലാണ് അവർ ഭരിക്കുന്നത്. അല്ലതിപ്പോൾ കേരളത്തിൽ മാത്രമല്ലോ, ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്നത് BJP-യിൽ, അവർക്ക് ജനപിന്തുണയുണ്ടല്ലോ. ജനപിന്തുണ മാത്രം ഇതിൻ്റെ എല്ലാം അടിസ്ഥാനമാവുന്നില്ല. നമ്മൾ അങ്ങനെ കാര്യങ്ങളെ കാണരുത്. ഞാൻ പറയുന്നൊരു കാര്യം, ഈ പറയുന്ന മുന്നോക്ക വികസന കോർപ്പറേഷൻ്റെ ചെയർമാന് ഈ പദവി കിട്ടുകയും പട്ടികജാതി വികസന കോർപ്പറേഷൻ കിട്ടാതിരിക്കുകയും ചെയ്ത് കൃത്യമായൊരു വിവേചനമുണ്ട് അതിനകത്ത്. അത് സമ്മതിച്ചേ പറ്റൂ. ശരി, ഞാൻ ഇടപെടുകയാണ്. ശ്രീ KM ഷാജഹാൻ, ഇവിടെ ഈ കഴിഞ്ഞ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലൊരു നിലപാട് മാറ്റം, അതുകൊണ്ട് ഈ കോർപ്പറേഷനൊക്കെ വിഭജിച്ചു കൊടുക്കുമ്പോൾ പിള്ളയ്ക്കും കിട്ടി ഒന്ന്, അങ്ങനെ കാണാൻ മാത്രം കഴിയുന്ന കാര്യമാണോ ഇത്? രാഷ്ട്രീയം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ മാത്രം പ്രസക്തമാകുന്ന ചേരിമാറ്റങ്ങളെ വെച്ചുകൊണ്ടുള്ളൊരു കലയല്ലല്ലോ. ആ ഘട്ടത്തിലും ഉയർത്തിക്കാട്ടപ്പെടുന്ന ഒരു രാഷ്ട്രീയമുണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ ഏറ്റവും വലിയ ജനവിധി അതുമായി ബന്ധപ്പെട്ട് പ്രതിഫലിക്കപ്പെടുന്നത്. ഇവിടെ ഇപ്പോൾ ഈ CPM നേതൃത്വം കൊടുക്കുന്ന LDF എന്താണ് പറയുന്നത്? ആരുടെയും പൂർവ്വചരിത്രം തേടി പോകേണ്ട എന്നാണോ? എന്നു മാത്രവുമല്ല, ഈ പറയുന്ന വിമോചന സമരത്തിൻ്റെ സന്തതികളെന്ന് വേണമെങ്കിൽ ആക്ഷേപിക്കാവുന്ന ആളുകളെ ഹസ്തദാനം ചെയ്ത് അവർക്ക് എല്ലാ വിധത്തിലുള്ള പരിഗണനയും കൊടുത്ത് അധികാരവും സ്ഥാനവും എല്ലാം കൊടുത്ത് ഇവർ ഏത് തരത്തിലുള്ള സമീപനമാണ് മുന്നോട്ട് വയ്ക്കുന്നത്? അല്ല വേണു, ഇത് വളരെ ക്ലിയറാണ്. വിജയരാഘവനൊക്കെ ഇന്ന് ഇങ്ങനെ വന്നിരുന്ന് പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് വലിയൊരു മനംപരട്ടലാണ് നമുക്ക് തോന്നുന്നത്. ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിലുള്ള വ്യത്യാസം, ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല എന്നുള്ളത് വിജയരാഘവൻ ഒഴിച്ച് ബാക്കിയുള്ള മുഴുവൻ ആൾക്കും അറിയാം. ഇപ്പോൾ ഈ വിഷയത്തിൽ തന്നെ ഇപ്പം ബാലകൃഷ്ണപിള്ളയാക്കി അച്യുതാനന്ദൻ ഒരു വാക്ക് പോലും ഇതുവരെ പറഞ്ഞിട്ടില്ല. പിണറായി വിജയൻ യഥാർത്ഥത്തിൽ എന്താണ് ചെയ്തിരിക്കുന്നത്? വാദിക്കും കുറ്റവാളിക്കും ഒരുപോലെ തന്നെ ക്യാബിനറ്റ് പദവി കൊടുത്തിരിക്കുകയാണ്. ഇത് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ എൻ്റെ ലോ കോളേജിൽ അധ്യാപകൻ പറഞ്ഞത്, ഈ ഇക്വാളിറ്റി എന്ന് പറഞ്ഞൊരു വകുപ്പുണ്ട് ഭരണഘടനയിൽ എന്ന് പറഞ്ഞ പോലെ ഇന്ത്യയിൽ ആദ്യമായി വാദിക്കും കുറ്റവാളിക്കും ഒരേ അവസരം നൽകിയ ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ എന്നെ നമുക്ക് കാണാൻ കഴിയും എന്നുള്ള നിലയാണ് കേരളത്തിൽ ഇപ്പോൾ വന്നിരിക്കുന്നത്. ശരി ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഇവിടെ ഇതൊക്കെ ഇവർ ഒരു ജനവിധിയുടെ പിൻബലത്തിൽ നടപ്പാക്കുന്നു എന്നാണ് പറയുന്നത്. വേണു, കഴിഞ്ഞ കുറേ നാളുകളായി കേരളത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് എടുത്ത് പരിശോധിച്ചാൽ പ്രത്യയശാസ്ത്രത്തിനല്ല ജനങ്ങൾ വോട്ട് ചെയ്യുന്നത്, പ്രകടന പത്രികയ്ക്കല്ല ജനങ്ങൾ വോട്ട് ചെയ്യുന്നത്.
ഇവിടെ കഴിഞ്ഞ കുറേ നാളുകളായി UDF കേരളം ഭരിക്കുമ്പോൾ UDFനെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കും, അപഖ്യാതിപ്പെടുത്താൻ ശ്രമിക്കും, UDF ഭരണത്തിൻ്റെ ചെയ്തികൾ ജനവികാര ആളിക്കത്തിക്കാൻ ശ്രമിക്കും. ചെയ്ത അവസാനം UDFന് ജനങ്ങളെതിരാകുമ്പോൾ UDFനോടുള്ള വിരോധം തീർക്കാൻ LDFന് കുത്തും. കുറേ 5 വർഷം ഇപ്പോൾ 1 വർഷമായാലും ഈ ഗവൺമെൻറ് ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നടത്തിയാൽ പിണറായി വിജയൻ താഴെ വരും. കാരണം ഇപ്പോൾ ഈ ഗവൺമെൻറ് ജനങ്ങളെതിരാണ്. എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന് 1 വർഷം കൊണ്ട് കേരളത്തിൻ്റെ മണ്ണിൽ പിന്നെ അൺപോപ്പുലറായ ആദ്യത്തെ ഗവൺമെൻറ്റാണ് ഈ ഗവൺമെൻറ്. ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ പിണറായി വിജയൻ താഴെ പോവും. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് പ്രത്യയശാസ്ത്രവും പ്രകടന പത്രികയൊന്നുമല്ല, ഇത് അവസരവാദ രാഷ്ട്രീയമാണ്. കമ്മ്യൂണിസ്റ്റുകാർ മൂല്യാധിഷ്ഠിത രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നവരാണെന്ന് ഒരു കാലത്ത് കേരളത്തിൽ ജനങ്ങൾ വിശ്വസിച്ചിരുന്നു. അവർക്ക് മൂല്യബോധമുണ്ട്, തത്വാധിഷ്ഠിത രാഷ്ട്രീയത്തിൽ വിശ്വാസമുണ്ട്. പക്ഷേ ഇന്ന് കേരളം കണ്ട ഏറ്റവും വലിയ അവസരവാദികളാണെന്ന് ഏറ്റവും ഉദാഹരണം 1 ബാലകൃഷ്ണപിള്ള, 2 കെ മാണി, 3 രമൺ ശ്രീവാസ്തവയെ നിയമിച്ചു. ഈ 3 നിയമനങ്ങളിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസരവാദ രാഷ്ട്രീയം, അതായത് വോട്ട് രാഷ്ട്രീയം, 10 വോട്ട് കിട്ടാൻ എന്തും ചെയ്യും. ശരി ശരി ശരി, സമയം പൂർണ്ണമായും അവസാനിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ 30 സെക്കൻഡ് എടുത്തു. ശ്രീ വിജയരാഘവൻ, ചുരുക്കം വാക്കുകളിൽ മറുപടി സാർ. അല്ല, ഇതിന് ഒറ്റ വാചകത്തിൽ ഞാൻ പറയാം. ശ്രീ ഉണ്ണിത്താനും നമ്മുടെ ഷാജഹാനും ഒന്നും ഞങ്ങളുടെ നിലപാടിനെ ഒരു കാലത്തും പിന്തുണയ്ക്കും ഇല്ല എന്ന് എനിക്കറിയാലോ. ഒരിക്കലും ഒരു പിന്തുണയ്ക്കാൻ പോകുന്നില്ല. ഇവിടെ ഈ ഗവൺമെൻറ്റിന് യാതൊരു ദുരുദ്ദേശവുമില്ല. ഇവിടെ ദുർബലൻ്റെ കാര്യങ്ങൾക്ക്, പാവപ്പെട്ടവരുടെയും പിന്നെ പട്ടികജാതിക്കാരൻ്റെയും കാര്യങ്ങൾക്ക് ഒന്നാമത്തെ മുൻഗണന നൽകും. അതേസമയം ഒരു ഗവൺമെൻറ് മുന്നോട്ട് പോകുമ്പോൾ അതിൽ അംഗങ്ങളായ എല്ലാ പാർട്ടികൾക്കും പരിഗണന നൽകിക്കൊണ്ടാണ് പോവുക. അഴിമതിക്കെതിരായ കരുത്തുറ്റ നിലപാട് പിണറായി വിജയൻ്റെ ഗവൺമെൻറ് സ്വീകരിക്കുമെന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. CPM ഒരു കാലത്തും അത്തരമൊരു അഴിമതിയെ പിന്തുണച്ചു പോന്നിട്ടില്ല എന്ന് വ്യക്തമാണ്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ശരി, വളരെയധികം നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു.